everyone, welcome back to വേറൊരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ ഷോർട്സ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ താഴെ കമൻറ്റ്സ് വരാറുണ്ട്. ചേച്ചി ഹെയർ കട്ട് ഏതാണ്, മുടിയിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ, മുടി കേളി ഹെയർ ആണോ, എന്താണ് മുടി എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യുന്നത്, അങ്ങനെ മുടി റിലേറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വരാറുണ്ട്. ഇൻസ്റ്റഗ്രാമിലും എനിക്ക് DM വരാറുണ്ട് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന്. ക്രിസ്മസ് ഒക്കെ ആവാറായി, വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, ട്രീ വെച്ചു, പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഡെക്കറേഷൻസ് ക്രിസ്മസ് ഒരു ഫീൽ വരാനായിട്ടെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നിലവിൽ എൻ്റെ മുടിയുടെ അവസ്ഥ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇപ്പോൾ ഹെയർ വാഷ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. മുടി ഇതാ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ റിയൽ ഹെയർ എനിക്കുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ തുടങ്ങാം. എൻ്റെ ഹെയർ കട്ട് ഏതാണെന്നുള്ളതാണ്. ഞാൻ നാട്ടിൽ പോയ സമയത്താണ് ലാസ്റ്റായിട്ട് മുടി കട്ട് ചെയ്തത്, അവിടെ ഒരു സലൂണിൽ പോയിട്ട്. ഞാൻ അവരുടെ അടുത്ത് ഏതൊരു V അല്ലെങ്കിൽ U എന്തെങ്കിലും ചെറിയൊരു ജസ്റ്റ് തുമ്പ് മാത്രം കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാനാണ് ഞാൻ സലൂണിൽ പറഞ്ഞത്. അവരങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു V ആണ് കട്ട് ചെയ്തതെന്ന്. ഒത്തിരി നീളമൊന്നും കുറയ്ക്കാതെ ജസ്റ്റ് സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കേട്ടോ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ സ്റ്റെപ്പ് കട്ടോ ലെയർ കട്ടോ അങ്ങനെ ഒന്നും, ഒരു ഫാൻസി കട്ടുകളൊന്നുമില്ല, ജസ്റ്റ് V മാത്രമാണ്. ശരിക്കും എൻ്റെ മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കേളി ഹെയർ ആണ്, ഭയങ്കരമായിട്ട് ഫ്രിസി ആയിട്ടുള്ള, നമ്മൾ ഈ ചകിരി പോലെ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സിറ്റുവേഷനിലുള്ള മുടിയാണ് ആക്ച്വലി എനിക്കുള്ളത്, നാച്ചുറൽ ആയിട്ടുള്ള എൻ്റെ മുടി. പക്ഷെ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് എൻ്റെ മുടി ഇത്രയും ചുരുണ്ടിട്ടല്ലായിരുന്നു. ഞാൻ കാനഡയിൽ വന്ന് എനിക്ക് തോന്നുന്നു മേ ബി കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ മാറ്റം കൊണ്ടായിരിക്കും, എൻ്റെ മുടി പിന്നെയും കുറേയൂടെ ഇവിടെ വന്നേ പിന്നെ ഭയങ്കര ഫ്രിസി ആയി, ഭയങ്കര കുറേയും കൂടെ ചുരുണ്ട് കയറാൻ തുടങ്ങി. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എനിക്ക് ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ഞാൻ പയ്യെ മുടി സ്ട്രെയിറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. ഞാനിപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് എന്തെങ്കിലും വീഡിയോ ഫോട്ടോ ഷൂട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുടി ടെമ്പററി ആയിട്ട് സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് ഞാൻ തന്നെ സ്ട്രെയിറ്റ് ചെയ്യും. അതാണ് ഇത്രയും നാളായിട്ട് ഞാൻ ചെയ്തു വന്നത്. കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഞാനതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അങ്ങനെ ഇരിക്കെ ഞാൻ നാട്ടിൽ പോയി. ഈ വർഷം ജൂണിൽ 2024 ജൂണിലാണ് ഞാൻ നാട്ടിൽ പോയത്. അപ്പോൾ നാട്ടിൽ പോയ സമയത്ത് എനിക്ക് മുടി ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തിട്ട് പെർമനൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് സ്ട്രൈറ്റനിങ്ങോ സ്മൂത്തനിങ്ങോ കെരാറ്റിൻ ബോട്ടോക്സ് അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഇവിടുന്ന് പെർമനൻ്റ് ആയിട്ട് ചെയ്തിട്ട് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നാട്ടിലും ഇവിടെയും ഓൾറെഡി ഇതുപോലെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പം അവരെല്ലാവരും എനിക്ക് റെക്കമെൻഡ് ചെയ്തത് നാട്ടിൽ പോയി ചെയ്യുന്നതായിരിക്കും കുറേ കൂടെ ബെറ്റർ. ബിക്കോസ് നാട്ടിലാകുമ്പോൾ അവർ ട്രീറ്റ്മെൻറ്റ്സിന് ചെയ്ത് കഴിയുമ്പോൾ കുറേ കൂടെ ലാസ്റ്റ് ചെയ്യും. എല്ലാവരുടെയും റെക്കമെൻഡേഷൻ പ്രകാരം ഞാൻ നാട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ചെന്നു. പിന്നെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചതിലും കഷ്ടമായിരുന്നു മുടിയുടെ കാര്യം. എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടും, ഞാൻ എപ്പോഴും വേർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ തലയ്ക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വേർത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈവൻ ടെമ്പററി ആയിട്ട് മുടി സ്ട്രെയിറ്റ് ചെയ്താൽ പോലും മുടി ഒട്ടും ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും ചുരുണ്ട് കയറി അങ്ങ് പോകും. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഞാൻ ശരി നാട്ടിലെന്നാൽ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ചെന്നിട്ട് ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ട് പെരുമ്പാവൂരുള്ളൊരു സലൂണിൽ പോയി. ഞാൻ അവിടെ ചെന്നിട്ട് ഇത് കെരാറ്റിൻ അല്ലാന്നുണ്ടെങ്കിൽ ബോട്ടോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. കാരണം സ്മൂത്തനിങ്ങും അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി ഭയങ്കര വടി പോലെ ലൈക്ക് പക്ക സ്ട്രെയിറ്റ് പോലെ ഇങ്ങനെ ചൂല് പോലെ കിടക്കാന്നൊക്കെ പറയില്ല, ആ ഒരു സിറ്റുവേഷനിൽ കിടക്കുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് എനിക്ക് ബോട്ടോക്സ് അല്ലെങ്കിൽ കെരാറ്റിൻ ആയിരുന്നു താല്പര്യം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവരെൻ്റെ മുടിയുടെ ടെക്സ്ചറും എല്ലാം നോക്കി അവരും എനിക്ക് ബോട്ടോക്സ് ആണ് റെക്കമെൻഡ് ചെയ്തത്. ഞാൻ അങ്ങനെ മുടിയിൽ ബോട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തത്. ഞാൻ ബോട്ടോക്സ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 60 to 70 വാഷസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മുടി നമ്മുടെ പഴയ ടെക്സ്ചറിലേക്ക് തിരിച്ചു വരും എന്നുള്ളതായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം എൻ്റെ മുടി ചുരുണ്ടിട്ടായിരുന്നു. ഇത് ഇത്രയും ചുരുണ്ടോന്ന് കേട്ടോ, ഇതിലും ഭയങ്കര ചുരുണ്ടിട്ടാണ് എൻ്റെ മുടി. ഇപ്പം എത്ര മാസമായി, ഞാൻ ജൂണിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ഏകദേശം ഒരു 5-6 മാസമായി ഞാനത് ചെയ്തിട്ട്. അപ്പോൾ തിരിച്ച് പയ്യെ എൻ്റെ പഴയ മുടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്പർ 1 റീസൺ ഞാൻ ചെയ്യാനുള്ളത്. കാരണം ഞാനിപ്പോൾ കെരാറ്റിൻ അല്ലാന്നുണ്ടെങ്കിൽ സ്മൂത്തനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഭാഗത്തെ മുടി അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നിട്ട് പുതിയതായിട്ട് വരുന്ന മുടി മുഴുവൻ ഭയങ്കര ചുരുണ്ടിരിക്കും. അപ്പോൾ അത് കാണാനായിട്ട് ഭയങ്കര വിയർഡായിട്ടൊരു ലുക്കായിരിക്കും. അപ്പോൾ ഞാൻ എന്നെ തന്നെ മനസ്സിലത് ഇമാജിൻ ചെയ്തതുകൊണ്ട് എനിക്കത് വേണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബോട്ടോക്സ് ചൂസ് ചെയ്തത്. ആൻഡ് അത് നന്നായെന്ന് എനിക്കിപ്പോഴും തോന്നുന്നു. കാരണം എൻ്റെ പയ്യെ കുറേ നാളെടുത്തു. ഇപ്പോഴാണ് എനിക്ക് പുതിയ മുടി വരുന്നത് എനിക്ക് ഭയങ്കര വിസിബിൾ ആയി തുടങ്ങിയത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ആദ്യത്തെ ഈ പകുതി മുടികളെന്ന് പറഞ്ഞത്, ഇവിടെ വരെയുള്ള മുടി എന്ന് പറഞ്ഞത് എൻ്റെ ശരിക്കുള്ള ഒറിജിനൽ
നാച്ചുറൽ ഹെയർ ആണ്, അത് ചുരുണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ആ മുടി വളർന്നു വരുന്നതിനനുസരിച്ച് എൻ്റെ ഓൾറെഡി ട്രീറ്റ്മെന്റ് ചെയ്ത മുടിയും പയ്യെ പയ്യെ തിരിച്ച് കേൾസിലേക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽസ് ഏറ്റവും കുറവ് ഉണ്ടായിരുന്നത് ബോട്ടോക്സിനാണ്. ബാക്കിയുള്ളത് പോലെയല്ല, അത്രയും കെമിക്കൽസ് ഇതിന് യൂസ് ചെയ്യുന്നില്ല. ഇതൊരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ്, മുടി കുറച്ചുകൂടെ ഹെൽത്തി ആക്കാനുള്ള ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് ബോട്ടോക്സ്. നമ്മൾ ഈ ഭയങ്കര ഫ്രിസി ആയിട്ടും അൺഹെൽത്തി ആയിട്ടുള്ള ലൈക്ക് നമ്മുടെ ഹെയർ സ്ട്രാൻഡ്സിനകത്ത് ഒരു പ്രോട്ടീൻ വെച്ചിട്ട് ഹീറ്റ് ട്രീറ്റ്മെൻറ്റും കൂടെ വെച്ചിട്ട് അതൊന്ന് കുറച്ചുകൂടെ ഹെൽത്തി ആക്കി എടുക്കുക എന്നുള്ളതാണ് ബോട്ടോക്സ് ഈ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനതാണ് ചെയ്തത്. അതിപ്പോൾ 5-6 മാസം ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ 60 to 70 വാഷസ് ഒന്നും അല്ല, എൻ്റെ അതിലും കൂടുതൽ ഒത്തിരി വാഷസ് അത് കഴിഞ്ഞിട്ടും എൻ്റെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈ മുടി ഞാനിപ്പോൾ ലൈക്ക് കോംബോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും കുറേ കൂടെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഇപ്പം ഞാൻ ജസ്റ്റ് ഹെയർ വാഷ് കഴിഞ്ഞ് വന്നുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചുരുണ്ട് കുറച്ചിരിക്കുന്നത്. പക്ഷേ അതിപ്പോഴും ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഫ്രിസിനെസ് ഒന്നും എനിക്കില്ല. കാര്യം ചുരുണ്ട് വരുന്നുണ്ടെങ്കിലും ഫ്രിസിനെസ് തിരിച്ചു വന്നിട്ടില്ല. അതിപ്പോഴും എനിക്ക് മാനേജബിൾ ആണ്, മുടി ഞാൻ ഓക്കെയാണ്. പിന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, ബാക്കിയുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് ബോട്ടോക്സ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് വർത്ത് ഇറ്റ് എന്നുള്ളത്. ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്തുള്ള ഫോട്ടോ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇങ്ങനെയാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് എൻ്റെ മുടി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ആദ്യത്തെ 2-3 ദിവസം അങ്ങനെ തന്നെ അത് ഹോൾഡ് ചെയ്തു കേട്ടോ. മുടി എങ്ങനെയാണോ അവരെന്നെ സലൂണിൽ നിന്ന് വിട്ടത് അതുപോലെ തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അറ്റം നല്ല വേവി കേളിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. പിന്നെ ആദ്യത്തെ വാഷ് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു വേവി ഒക്കെ ആയിട്ടാണ് മുടി ഫുള്ള് കിടന്നിരുന്നത്. അതിൻ്റെയും ഒരു ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാം. ഇങ്ങനെയായിരുന്നു എൻ്റെ മുടി ആദ്യത്തെ ഒരു 2-3 വാഷുകൾക്ക് ശേഷം ഉണ്ടായിരുന്നത്. കുറച്ച് നാച്ചുറൽ ലുക്ക് ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്നൊരു ഫീൽ ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടെ നാച്ചുറൽ ലുക്കായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇതിലുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മുടി ഭയങ്കര ഓയിലി ആൻഡ് ഗ്രീസി ആയിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. ആദ്യത്തെ ഡേ വാസ് ഫൈൻ, 2ാമത്തെ ദിവസവും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് മുടിയുടെ സ്കാൽപ്പ് ഭയങ്കര ഓയിലി ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. നമ്മളിപ്പോൾ മുടി ഫുൾ ഇങ്ങനെ പതിഞ്ഞിരിക്കുക എന്ന് പറയില്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓൺലൈനായിട്ടൊരു ഡ്രൈ ഷാമ്പൂ വാങ്ങിയിട്ട് അത് യൂസ് ചെയ്യാൻ തുടങ്ങി. അതും കുറച്ച് ഹെൽപ്പ് ചെയ്തു. ആൻഡ് തിരിച്ച് കാനഡയിൽ വന്നു കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിലും ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് മുടിക്ക് വേണ്ടിയിട്ട് ഒത്തിരി ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നല്ല മാനേജബിൾ ആയിരുന്നു, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. മുടി ഏത് വഴിക്ക് പോയാലും മുടി അടങ്ങി ഒതുങ്ങി നല്ല ഭംഗിക്ക് കിടന്നോളും. സോ അതൊക്കെ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ എനിക്ക് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ നേരത്ത് എൻ്റെ ആവശ്യത്തിന് ഞാനത് സ്റ്റൈൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് കേളിങ് അയൺ വെച്ചിട്ട് അല്ലെങ്കിൽ സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. മുടി എന്തൊക്കെ എനിക്ക് ചെയ്യണോ അതെല്ലാം ഞാൻ മുടിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മുടി ഫുള്ളായിട്ട് ബാക്കിലൂടെ ഒന്ന് കാണിക്കാം. ഫ്രണ്ടിലത്തെ ഈ കുറച്ചും മുടിയുണ്ടോ, ഇതിപ്പോഴും ഇതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. പയ്യെ കയറി വരികയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാര്യം കേളി ഹെയർ ഉള്ള ഗേൾസിന് കുറച്ച് പേർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പുറത്തുനിന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എത്ര ഭംഗിയുണ്ടെന്ന് പറഞ്ഞാലും എല്ലാവരും കേളി ഹെയർ ആണല്ലോ, കാണാൻ നല്ല അടിപൊളിയാണല്ലോ, ലക്കി ആണല്ലോ എന്നൊക്കെ പറഞ്ഞാലും ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഷ്ടപ്പാട് നമുക്ക് മാത്രമേ അറിയുള്ളൂ. നമുക്ക് ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പരിപാടിയും കൂടെയാണ്. ആവശ്യത്തിനുള്ള ലൈക്ക് സിറം അല്ലെങ്കിൽ കേൾ ക്രീം, മൂസ് അല്ലെങ്കിൽ ജെൽ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മുടിക്ക് ഇങ്ങനെ കൊടുത്താലാണ് കേൾസൊക്കെ ഹോൾഡ് ചെയ്ത് നല്ല ഭംഗിക്ക് വൃത്തിക്ക് ഇത് കിടക്കുള്ളൂ. അങ്ങനെ എത്ര ഭംഗിക്ക് കിടന്നു എന്ന് പറഞ്ഞാലും പിറ്റേ ദിവസം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിയുമ്പം ഇത് തിരിച്ച് പിന്നെയും പഴയ പോലെ ഫ്രിസി ആയിട്ട് ഇത് മുഴുവൻ പോയി കിടക്കും. അപ്പം ഇങ്ങനെ കുറേ ഫാക്ടേഴ്സൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ച് എപ്പോഴും സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഹെയർ ഫോൾ ഉണ്ടോ എന്നുള്ളതാണ്. എനിക്ക് മാരകമായിട്ട് ഹെയർ ഫോൾ ഒന്നും ഫീൽ ചെയ്തില്ല. എനിക്ക് അല്ലെങ്കിലും ഹീറ്റ് ഡാമേജ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് മുടി പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ബോട്ടോക്സ് ചെയ്തതുകൊണ്ട് മാത്രം ഭയങ്കര കൂടി എന്നൊന്നും എനിക്ക് പറയാനില്ല. അപ്പം നിങ്ങൾ ഈ അടുത്തെങ്ങാനും ഇതുപോലെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് മുടിയിൽ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനം എടുക്കുക. കാരണം നിങ്ങളുടെ മുടിയാണ് ഇത്. വൺസ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാമെന്ന് പറയുന്നത്, തിരിച്ച് പഴയ ഇതിനകത്തേക്ക് പോകാമെന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ബോട്ടോക്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ 5-6 മാസം എടുത്തിട്ട് ഇതുപോലെ പയ്യെ തിരിച്ച് കയറി വരുന്നേ ഉള്ളൂ. ഇനിയും ചിലപ്പോൾ ഒരു 5-6 മാസം കൂടെ എടുക്കുമായിരിക്കും ഇത് ഫുള്ളി ഒന്ന് ബാക്ക് ടു നോർമൽ ആവാനായിട്ട്. അതൊക്കെ നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം എന്ത് ട്രീറ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിലും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി ഇതുപോലെ മുടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം.